പകരം വെക്കാൻ ആളില്ലാത്ത അല്ലെങ്കിൽ പകരക്കാരില്ലാതെ മടങ്ങുകയാണ് ഈ ദ്വയാക്ഷരി VS എന്ന ദ്വയാക്ഷരി. ഞാനുള്ളത് കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ബാട്ടൺ ഹില്ലിലെ വേലിക്കകത്ത് വീടിന് സമീപത്താണ്. ഇത് ലോ കോളേജ് ജംഗ്ഷനാണ്. ഇതിന് തൊട്ട് പിന്നിലാണ് ഈ ബാട്ടൺ ഹില്ലിലെ VSൻ്റെ മകൻ്റെ അരുൺകുമാറിൻ്റെ വേലിക്കകത്ത് വസതി. ആ വസതിയിൽ VS അച്യുതാനന്ദൻ തൻ്റെ അവസാന അതായത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവിടെ ഈ സമയത്ത് ഇരിക്കുന്നു. അദ്ദേഹം അവസാന കാലത്ത് ചിലവഴിച്ച ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അവരുടെ സ്വകാര്യത മാനിച്ച് അത് ആ വീടിനുള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെയായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ ജനസഞ്ചയം ഇവിടേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് ഒരു 12:30 മണി വരെ നമ്മൾ AKG സെൻറ്ററിന് മുന്നിൽ കണ്ട കാഴ്ച അതാണ്. അക്ഷരാർത്ഥത്തിൽ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയായിരുന്നു ക്രിസ്റ്റീന. അത് ഒരു CPM പ്രവർത്തകർ മാത്രമല്ല, രാഷ്ട്രീയ ഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ അങ്ങനെ തുടങ്ങി വിദ്യാർത്ഥികൾ തുടങ്ങി വലിയൊരു ജനസഞ്ചയം VSനെ കാണാൻ അവിടേക്ക് ഒഴുകി എത്തുകയായിരുന്നു. ഒരു VSനെ സാധാരണഗതിയിൽ വിളിക്കുന്ന ഒരു വിളിപ്പേര് കേരള ഫിഡൽ കാസ്ട്രോ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ പാവങ്ങളുടെ പടത്തലവൻ. ഇന്നലെ തന്നെ നമ്മളോട് ചില മനുഷ്യർ പ്രതികരിച്ചത് അങ്ങനെയാണ്. അതായത് പാവങ്ങളുടെ പടത്തലവനാണ് VS അച്യുതാനന്ദൻ എന്ന്. ആ വിളിപ്പേര് മുമ്പുണ്ടായിരുന്നത് AKG ആണ്. ചില യുവാക്കൾ പ്രതികരിക്കുന്നത് കണ്ടു. AKG അവർ കണ്ടിട്ടില്ല, P കൃഷ്ണപിള്ളയെ അവർ കണ്ടിട്ടില്ല, EMSനെ അവർ കണ്ടിട്ടില്ല. അവർ കണ്ടത് VSനെയാണ്. ഒരേ ഒരു VSനെയാണ് അവർ കണ്ടത്. VSലൂടെ അവർ ഈ പറഞ്ഞ നേതാക്കളെല്ലാം അടുത്തറിയുകയായിരുന്നു. പാവങ്ങളുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട അത്തരം ആളുകൾക്ക് വേണ്ടി ഇടപെട്ട, പോരാട്ടം നടത്തിയ, ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ച അത്തരം നേതാക്കളെല്ലാം അടുത്തറിഞ്ഞത് VSലൂടെയാണ്. അവരുടെ പോലും സ്വാധീനം അറിയാനായത് VSലൂടെയാണെന്നുള്ളതാണ് അത്തരം ചെറുപ്പക്കാർ പറഞ്ഞത്. കൃഷ്ണ, ഇതാ രാവിലെ ഈ സമയമാകുന്നേ ഉള്ളൂ. വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ആ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പുറകിലേക്ക് നോക്കുമ്പോൾ അവിടേക്ക് ആളുകൾ ഇങ്ങനെ വന്നു കൂടുന്നത്, വാഹനങ്ങളും മറ്റും അതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വന്നു കൂടുന്നത് കാണാം. VSനെ ഒരു നോക്ക് കണ്ട് മടങ്ങി പോകുന്നവരെ കാണാം. ഇവിടെ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നത് 8:30 മണിയോടുകൂടി ഇവിടുത്തെ പൊതുദർശനം, അതായത് വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഈ പൊതുദർശനം കഴിഞ്ഞ് അവസാനിപ്പിച്ച് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. വിലാപയാത്രയായി ദർബാർ ഹാളിലേക്ക് VSൻ്റെ ഭൗതികദേഹം കൊണ്ടുപോകും. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എവിടെ നിന്നാണ് ചേട്ടാ വരുന്നത്? ഒറ്റപ്പാലം. VSനെ ഒന്ന് കാണാൻ? VSനെ കാണാൻ വന്നതാണ്. ഇന്നലെ പുറപ്പെട്ടു? ഇന്നലെ രാത്രി പുറപ്പെട്ടു. കണ്ടോ? എന്നിട്ട് കണ്ടു, VSനെ കണ്ടു. ഞാൻ പറയുകയായിരുന്നു, പാവങ്ങളുടെ പടത്തലവനാണ് അദ്ദേഹം. AKG കണ്ടിട്ടില്ലാത്തവർ VSനെ കണ്ടിട്ടുണ്ടോ? സംശയം വേണ്ട, ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. എവിടെ നിന്നായിരുന്നു? ഒറ്റപ്പാലം. എങ്ങനെ സഖാവിനെ കാണാൻ? അതെ, തീർച്ചയായും. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. ഒരു പോരാളിയാണല്ലോ, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ അങ്ങേപ്പോലെ തന്നെ ഹൃദയം നുറുങ്ങി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഇന്നലെ AKG സെൻറ്ററിൽ തീർച്ചയായും ഉണ്ടാവും. അങ്ങനൊരു നേതാവിനെ നമുക്ക് കാണാൻ പറ്റില്ല. അഴിമതിക്കെതിരെ പോരാടിയ സഖാവാണ് VS. കൃഷ്ണദാ ഒറ്റപ്പാലത്ത് നിന്ന് വന്ന മനുഷ്യരാണ് അവർ. ഇന്നലെ പുറപ്പെട്ട് ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിയവരാണ്. അവരുടെ ശബ്ദം ഇടറുന്നുണ്ട്, അവരുടെ തൊണ്ട ഇടറുന്നുണ്ട്, അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു നേതാവിനെ ഇനി കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം മാത്രമല്ല VSൻ്റെ പ്രത്യേകത. VSന് ശരി എന്ന് തോന്നിയ, VSൻ്റെ ബോധ്യങ്ങൾക്കെല്ലാം വേണ്ടി പോരാടിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന നേതാവ് എന്നുള്ളതാണ്. അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാകട്ടെ, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാകട്ടെ, കുട്ടികൾക്ക് വേണ്ടിയാകട്ടെ, പ്രകൃതിക്ക് വേണ്ടിയാകട്ടെ, മണ്ണിനു വേണ്ടിയാകട്ടെ, പുഴയ്ക്ക് വേണ്ടിയാകട്ടെ, മലകൾക്ക് വേണ്ടിയാകട്ടെ, മനുഷ്യന് വേണ്ടിയാകട്ടെ, തുറന്നിട്ട പോരാട്ടമുഖത്തിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് സഞ്ചരിച്ച നേതാവാണ് VS. അവിടെ VS തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമെന്നോ അതല്ല എങ്കിൽ മറ്റു വിഭിന്ന ചിന്തകളൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിന് ഒപ്പം അടിയുറച്ചു നിന്ന നേതാവാണ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് ശരിവെക്കുന്നതാണ് ഈ വരുന്ന ജനസഞ്ചയം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് VSനെ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തുന്ന ഈ ആൾക്കൂട്ടം അതുതന്നെയാണ്. ക്രിസ്റ്റീന ചോദിച്ചൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം VS വിശ്രമത്തിലായിരുന്നു. ശരിയാണ്, 2019 VSന് പക്ഷാഘാതം ഉണ്ടാകുന്നത്. 2019 ഒക്ടോബർ 23 അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വാർഷികവും കഴിഞ്ഞ് തിരികെ ഇവിടേക്ക് എത്തിയതാണ്, തിരുവനന്തപുരത്തേക്ക് എത്തിയതാണ്. ആ വരവിലാണ് അദ്ദേഹത്തിന് ഈ പക്ഷാഘാതം പിടിപെടുന്നത്. തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ആ വിശ്രമത്തിലാണെങ്കിൽ പോലും അദ്ദേഹം പൊതുവായ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടായിരുന്നു, പത്രവായനയിൽ മുഴുകുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഏറെ
തീരെ അവശനാകുന്നത് വരെയും അദ്ദേഹം അക്കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ പങ്കുവച്ചിട്ടുള്ളത്. അതിനുശേഷം കഴിഞ്ഞ മാസം അത് ജൂൺ 23-നാണ് ഹൃദയാഘാതമുണ്ടായി തീരെ അവശനായ അദ്ദേഹത്തെ തിരുവനന്തപുരം SUT ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. 29 ദിവസം അദ്ദേഹം ആശുപത്രി കിടക്കയിൽ ഈ രോഗാവസ്ഥയോട് മല്ലിട്ടു എന്നുള്ളതാണ്. അതായത് തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ ശ്വസിക്കുന്നത് പോലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു. വൃക്കകൾ പണിമുടക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡയാലിസിസ് അദ്ദേഹത്തിന് വേണ്ടി വന്നു. BP അത് പല ഘട്ടങ്ങളിലും കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം പടവെട്ടി VS വന്നു. VSൻ്റെ ഈ പോരാട്ടം തുടങ്ങുന്നത് നേരത്തെയൊക്കെ നമ്മുടെ പ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ നന്നേ ചെറുപ്പകാലത്താണ് VSൻ്റെ ഈ പോരാട്ടം തുടങ്ങുന്നത്, ജീവിതത്തോടുള്ള പോരാട്ടം തുടങ്ങുന്നത്. അദ്ദേഹം വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ, ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ മാതാവിനെ നഷ്ടപ്പെടുന്നു. തൊട്ടു പിന്നാലെ പിതാവിനെ നഷ്ടപ്പെടുന്നു. പിതാവിനെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം കളർകോട് LP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അദ്ദേഹത്തെ ഒരു സവർണ കുട്ടി അദ്ദേഹത്തെ കളിയാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നൊരു പരാതി അദ്ദേഹം വന്ന് അച്ഛനോട് പറയുന്നത്, അച്ഛൻ ശങ്കരനോട് പറയുന്നത്. അച്ഛനെന്ന് അദ്ദേഹത്തോട് പറയുന്നത് പിടിയരഞ്ഞാണം തല്ലിയാൽ തിരിച്ചു തള്ളണം എന്ന ഉപദേശം നൽകുന്നു. പിടിയരഞ്ഞാണം ഊരി തിരിച്ച് ഈ പറഞ്ഞ സവർണ കുട്ടി അല്ലെങ്കിൽ തന്നെ ആക്ഷേപിച്ച കുട്ടിയെ അടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരം സമര കലഹങ്ങളുടെ തുടക്കം എന്ന് പറയാം. ആ ഒരു കുട്ടിയിൽ നിന്ന് ആരംഭിച്ച തുടക്കമാണ്. 102 വയസ്സ് വരെ ഈ കിടക്കയിലും അദ്ദേഹം ആ പോരാട്ടം തുടർന്നു. ജീവിതത്തിൽ അദ്ദേഹം കൊണ്ടു നടന്ന പോരാട്ട വീര്യം അത് അവസാന കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഏതാണ്ടൊരു 17 വയസ്സിലാണ് അദ്ദേഹം പാർട്ടി മെമ്പറാകുന്നത്, CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാകുന്നത്. ആ മെമ്പറായതിനു ശേഷം അദ്ദേഹത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചത് സാക്ഷാൽ P. കൃഷ്ണപിള്ളയാണ്. P. കൃഷ്ണപിള്ളയെ പലയിടത്തും VS അടയാളപ്പെടുത്തിയിട്ടുണ്ട്. P. കൃഷ്ണപിള്ള ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞു കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ P. കൃഷ്ണ അടയാളപ്പെടുത്തിയ നേതാവാണ്. അവിടെ നിന്ന് കുട്ടനാട്ടിൽ പോയി കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു. തിരുവിതാംകൂർ കർഷക യൂണിയൻ അന്ന് VSൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. ആ കർഷക യൂണിയനാണ് ഇന്ന് KSKTU ആയി, കേരള സംസ്ഥാന കർഷക യൂണിയനായും അഖിലേന്ത്യാ കർഷക യൂണിയനുമായൊക്കെ വളർന്നു പന്തലിച്ച വലിയ പ്രസ്ഥാനമായി മാറിയത്. കർഷക തൊഴിലാളികളെ മാത്രമല്ല VS സംഘടിപ്പിച്ചത്, മത്സ്യത്തൊഴിലാളികളെ, അതുപോലെ കശുവണ്ടി തൊഴിലാളികളെ, തോട്ടം തൊഴിലാളികളെ, അങ്ങനെ തുടങ്ങി നാനാ മേഖലയിലുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും അധസ്ഥിതർക്ക് വേണ്ടിയും താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടിയും പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടിയും അവരെ സംഘടിപ്പിക്കാൻ VS നടന്നു കയറിയത് കണ്ടിട്ടുണ്ട്. VS ദേവികുളത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമതലക്കാരനായി ആലപ്പുഴയിൽ നിന്ന് ദേവികുളത്തേക്ക് വണ്ടി കയറിയ കഥ കേട്ടിട്ടുണ്ട്. അന്ന് ദേവികുളത്ത് പാർട്ടിക്ക് CPIക്ക് വിജയം സമ്മാനിച്ചാണ്, അതായത് ഇന്ദിരാഗാന്ധി അടക്കം വന്ന് നടത്തിയ പ്രചരണത്തിൽ പാർട്ടിക്ക് വിജയം സമ്മാനിച്ച ആ ദേവികുളത്ത് നിന്ന് ഇറങ്ങിപ്പോരുന്ന VSനെ കണ്ടതാണ്. അത് VS തോട്ടം തൊഴിലാളികൾക്കിടയിൽ, അതായത് ഈ കുട്ടനാടിൻ്റെ മണ്ണിൽ നിന്ന് അവിടേക്കെത്തി ഒരു ഹൈറേഞ്ച് മേഖലയിലേക്ക് എത്തി തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് തോട്ടം തൊഴിലാളികളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവർക്ക് രാഷ്ട്രീയം പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു വിജയം കൊയ്ത് വരുന്ന VS, അത്തരത്തിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന VS, ആ സംഘടന മികവാണ് അദ്ദേഹത്തെ ഈ പാർട്ടിയിലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായി ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്ന തരത്തിൽ AKGക്കും അതുപോലെ P. കൃഷ്ണപിള്ളയ്ക്കും EMSനും ഒക്കെ തുല്യം ആളുകൾ കാണുന്ന തരത്തിലേക്കുള്ള വലിയ നേതാവായി അദ്ദേഹത്തെ മാറ്റിയതും ആ ഔന്നിത്യം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ്. ഇനി ഇത്തരം പോരാട്ടങ്ങൾക്കൊപ്പം അദ്ദേഹം സജീവമായി നടത്തിയ ഉൾപാർട്ടി സമരം, അദ്ദേഹത്തിൻ്റെ അത്തരം കലഹങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധ നേടിയത്. അങ്ങനെ ശ്രദ്ധ നേടുമ്പോഴും അദ്ദേഹം ഒരിക്കലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് മാരാരിക്കുളത്തെ തോൽവിയാകട്ടെ, അത് കഴിഞ്ഞ് 2015 ആലപ്പുഴയിലെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലാകട്ടെ, അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറയുന്നതിൽ അദ്ദേഹം പാർട്ടിക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിലെ പോരാട്ടം നടത്തിയ വ്യക്തിയുടെ പേരാണ്, അല്ലെങ്കിൽ ആ രണ്ടക്ഷരത്തിൻ്റെ പേരാണ് VS. VSനെ മറക്കാൻ ഒരു കാലത്തും ഒരു മനുഷ്യർക്ക് മലയാളി ഉള്ള കാലത്തോളം സാധിക്കില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഈ AKG സെൻറ്ററിലേക്ക് എത്തിയ മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നുണ്ട്. AK ആൻ്റണി, MM ഹസൻ അടക്കമുള്ള നേതാക്കളാണ് CPMൻ്റെ സംസ്ഥാന ആസ്ഥാനത്തേക്ക് വന്ന് VSന് അന്തിമോപചാരം അർപ്പിച്ചു പോയത്. അത്തരത്തിൽ വിവിധ മേഖലകളിലുള്ളവർ VSന് അന്തിമോപചാരം അർപ്പിക്കുന്നു, VSനെ ഓർക്കുന്നു, VSനായി സംസാരിക്കുന്നു, VSനായി മുദ്രാവാക്യം വിളിക്കുന്നു. ഇന്നലെ മണിക്കൂറുകളോളം ക്രിസ്ത്യനെ നേരിൽ കണ്ട കാഴ്ചയാണ്. SUT ആശുപത്രിയിൽ നിന്ന് VSൻ്റെ ഭൗതികദേഹം ഇറക്കിയ ആംബുലൻസിൽ കയറ്റുന്ന നിമിഷം മുതൽ ഏതാണ്ട് ഒരു 11:30 മണിക്ക് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇറക്കി ആംബുലൻസിലേക്ക് കയറ്റി ഈ വേലിക്കകത്ത് വസതിയിലേക്ക് കൊണ്ടുവരുന്ന സമയം വരെ ആളുകളുടെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയ ജനാവലിയുടെ മുദ്രാവാക്യം വിളി കേട്ടതാണ്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ,
അങ്ങേക്ക് മരണമില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നിങ്ങനെ അവരിങ്ങനെ മുദ്രാവാക്യം തൊണ്ട പൊട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നത് കണ്ടതാണ്. അത് ഒരു ഇടവേളയുമില്ല, അതിങ്ങനെ അണമുറിയാത്ത പ്രവാഹം പോലെ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി VS-ന് അന്തിമോപചാരം അർപ്പിക്കുന്നു. ഈ മുദ്രാവാക്യം വിളി ഇങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. അത്തരത്തിൽ അതിൻ്റെ ഒരു പ്രകമ്പനമായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ തലസ്ഥാന നഗരിയിൽ നിന്നത്. അതിനു പിന്നാലെയാണ് പാർട്ടി ഇടപെട്ടിട്ടാണ്, അതായത് 11:30 മണിക്ക് വീട്ടിലേക്ക് എത്തിക്കണം എന്ന തീരുമാനമുള്ളത് കൊണ്ട് പാർട്ടി ഇടപെട്ടതിന് ശേഷമാണ് VS-ൻ്റെ ഭൗതികദേഹം 11:30 മണിക്ക് ഇവിടേക്ക് എത്തിച്ചത്. അപ്പോഴും ആ ആംബുലൻസിനെയും ആ വാഹന വ്യൂഹത്തോടൊപ്പം വലിയൊരു ജനക്കൂട്ടം അനുഗമിച്ച് ഇവിടേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇന്നലെ രാത്രിയും ഇവിടെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി, രാഷ്ട്രീയ നേതാക്കൾ ഒഴുകിയെത്തി. ഇപ്പോഴും രാവിലെയും അണമുറിയാത്ത ആ പ്രവാഹം നടക്കുന്നു. മനസ്സിലാക്കുന്നത് 8:30 മണിയോടുകൂടി VS-ൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദർബാർ ഹാളിലും സമാനമായി തന്നെ വലിയ ജനസഞ്ചയം ഒഴുകിയെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള മുൻകരുതൽ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊക്കെ അധികൃതരും സ്വീകരിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം VS-ൻ്റെ ഭൗതികദേഹം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മണിക്ക് ഈ വിലാപയാത്ര ആരംഭിക്കുമെന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷേ 2 മണിക്ക് അത് ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. അത്ര കണ്ട് ജനം ഒഴുകിയെത്തും എന്നുള്ളതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. 2 മണിയാണ് സമയമെങ്കിലും അത് ആളുകൾ വരുന്നതിനനുസരിച്ച് ആ സമയത്തിൽ മാറ്റം വരാമെന്ന് മുൻകൂറായി തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത് സ്വാഭാവികമായും അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ ആകുമെന്നുള്ള കാര്യത്തിലും തർക്കവുമില്ല. അങ്ങനെ ജനം ഒഴുകിയെത്തും. ഒരുപക്ഷെ ഈ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എപ്പോൾ എത്തും എന്നൊരു വിഷയം നമുക്കിപ്പോൾ പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ആലപ്പുഴയിൽ എത്തിയാലാകട്ടെ നാളെ രാവിലെ ആലപ്പുഴ 9 മണിക്ക് ആലപ്പുഴ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം കടപ്പുറത്ത് റിക്രിയേഷൻ ഹാളിൽ അല്ലെങ്കിൽ ആ മൈതാനത്ത് പൊതുദർശനം നടക്കും. അതും കഴിഞ്ഞതിന് ശേഷമാണ് വലിയ ചുടുകാട്ടിൽ പുന്നപ്ര വയലാർ സമര സേനാനികൾ അന്തിയുറങ്ങുന്ന വലിയ ചുടുകാട്ടിലെ ധീരന്മാർക്കൊപ്പം VS-ഉം അന്ത്യനിദ്രയിലേക്ക് പോകുന്ന സമയം അപ്പോഴാണ്. അത് എത്ര കണ്ട് വൈകുമെന്നുള്ള കാര്യം കണ്ടറിയണം. എന്താണെങ്കിലും ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ക്രിസ്റ്റീന, അവർ അങ്ങേയറ്റം വൈകാരികമായാണ് പല മനുഷ്യരും പ്രതികരിക്കുന്നത്. അങ്ങേയറ്റം നിരാശ പലരുടെയും മുഖത്തുണ്ട്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ പകരമാര് എന്നുള്ള ചോദ്യമാണ് ഏവരുടെയും മുഖത്ത് നിഴലിക്കുന്നത്. ക്രിസ്റ്റീന. അലക്സ് റാം മുഹമ്മദാണ് VS-ൻ്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 100 വർഷങ്ങൾക്ക് മുകളിൽ VS മുന്നോട്ട് വെച്ച ആശയധാര, VS-ൻ്റെ ജീവിതം, VS ചെലവഴിച്ച സമയങ്ങൾ, അതൊക്കെ ഒരു കൂട്ടം ജനങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിച്ചു എന്നത് കാണിക്കുന്ന അനുഭവങ്ങളാണ്, വാക്കുകളാണ് സാധാരണക്കാരുടെ അടുത്തു നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അലക്സാണ് വിവരങ്ങൾ നൽകിയത്.